നമസ്കാരം അച്ഛാ. നമസ്കാരം. എടോ രഘു, നമുക്കെല്ലാവർക്കും ഒരു സ്വഭാവമാണ് ഈ ഭരിക്കുന്ന സർക്കാരിനെ കുറ്റം പറയുക എന്നുള്ളത്. അച്ഛായ, അത് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതല്ലേ. എന്നാലേ എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് നന്നാവേണ്ടത്. കാര്യം എന്താണെന്നറിയാമോ? ഈ ഗവൺമെൻറ്റുകളൊക്കെ മാറിയും മറിഞ്ഞൊക്കെ വരും. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പെട്ടെന്നൊന്നും മാറിപ്പോകത്തില്ലല്ലോ. അവർ പെൻഷൻ പറ്റുന്നവിടെ വരെ അവിടെ കാണും. ആ, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം. എന്താ? ഈ സർക്കാർ ജോലി കിട്ടിയ മനുഷ്യത്വം ഇല്ലാണ്ടാവും. അതിനുള്ള തെളിവുകളല്ലേ ഈ അപേക്ഷകളൊക്കെ കുറ്റിക്കാട്ടി കിടക്കുന്നതാണ്. എന്ത് നെറികെട്ട പണിയാണ് ഇവന്മാര് കാണിച്ചത് അച്ഛായ. പറയാനുണ്ടോ രഘു? ഈ പാവപ്പെട്ട പട്ടികജാതി വർഗത്തിൽപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസ ധനസഹായത്തിന് വേണ്ടി കൊടുത്ത അപേക്ഷകളാണ് ഈ കുറ്റിക്കാട്ടി വലിച്ചു തന്നത്. ഇതിനെയൊക്കെ ചാട്ടവാറിനടിക്കണം. ഈ പാവപ്പെട്ടവർക്ക് സർക്കാർ നൽകുന്ന ധനസഹായങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി അവരുടെ കയ്യിലെത്തിക്കേണ്ടത് ആരാ? അത് സർക്കാർ ജീവനക്കാരുടെ കടമയാണ്. എന്നാൽ അവര് കടമയും ഉത്തരവാദിത്തമൊക്കെ മറന്നുപോയി. എന്നെ പിന്നെ രഘു, ഞാനൊരു കാര്യം പറയാം. ഈ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ പഠന സ്വപ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ മനോഭാവം ഉണ്ടല്ലോ, ഇത് ഇരുകാലി മൃഗങ്ങളായ മനുഷ്യർക്ക് ചേർന്നതല്ല. അത് കറക്റ്റ്.